Dear students, we can go with the next exercise. Question number 19. Suggest a suitable physical situation for each one of the following graph. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷനിൽ ശ്രദ്ധിക്കാം. അപ്പോൾ അവിടെ ആ ഒരു ഗ്രാഫിനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേ സി ദാറ്റ് കർവ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. അപ്പോൾ നമ്മുടെ ടൈം ആക്സിസ് ആണ്. സോ വി ക്യാൻ ജസ്റ്റ് കൺസിഡർ ദിസ് പോയിന്റ് as T1 ആൻഡ് ദ നെക്സ്റ്റ് വൺ as T2. അപ്പോൾ നമ്മുടെ ടൈം കൺസിഡർ ചെയ്യാം. T1 to T2 എന്ന് പറയുമ്പോൾ അവിടെ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കുകയാണ്. സോ നമുക്ക് പറയാം ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. Body is at rest. So we can say that position as say that is equal to x1. അടുത്ത അടുത്ത ടൈം രണ്ടാമത്തെ പാർട്ടായിട്ട് T2 തുടങ്ങി സമയം 0 ആകുന്നത് വരെ എന്ന് പറയുമ്പോൾ ഈ പൊസിഷനിൽ വരെ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ കർവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം ദാറ്റ് ദ ബോഡി മൂവ്സ് വിത്ത്, കാരണം നമുക്കറിയാം സ്ലോപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അത് നമുക്ക് വെലോസിറ്റി കിട്ടുന്നു. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം ദ ബോഡി മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ദ ബോഡി മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അത് ടി എന്ന് പറയുന്നത് 0 ആകുന്നത് വരെ അങ്ങനെയാണ്. പക്ഷെ അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ സേ ദിസ് പോയിന്റ് ഈസ് മെൻഷൻഡ് ആസ് T3 ആൻഡ് ദിസ് വൺ ആസ് T4. നമുക്ക് ഉറപ്പിച്ച് പറയാമെന്നുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വൈൽ കൺസിഡറിങ് ദ ടൈം T equal to 0 to T equal to 4 നമ്മൾ T4 കൺസിഡർ ചെയ്യുമ്പോൾ ഉറപ്പിച്ച് പറയാം എഗൈൻ സ്ട്രെയിറ്റ് ലൈൻ പക്ഷേ നെഗറ്റീവ് സ്ലോപ്പാണ്. സോ അവിടെ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എഗൈൻ ദ ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ്, മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി ബട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷൻ. യൂണിഫോം വെലോസിറ്റി ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദെൻ അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൃത്യതയോടെ മനസ്സിലാക്കേണ്ടത് സി ആൻഡ് സപ്പോസ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് x2ഉം ഇതെന്ന് പറയുന്നത് x3യും ആക്കുമ്പോൾ അത് നെഗറ്റീവ് ആകുകയാണ്. ബട്ട് ദാറ്റ് ടൈം പോകുന്നതിനനുസരിച്ച് സേ ദിസ് അനദർ ടൈം ആസ് T5 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ T4 to T5 അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ദാറ്റ് പൊസിഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ അങ്ങനെ ഉറപ്പിച്ച് നമുക്ക് പറയാം ബോഡി അഗെയിൻ അറ്റ് റെസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ നമ്മൾ വരയ്ക്കാൻ ശ്രമിച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. സപ്പോസ് x1 എന്ന് പറയുന്ന ആദ്യത്തെ പൊസിഷനിൽ ബോഡി ഇവിടെ ഇരിക്കുക എന്ന് വിചാരിക്കുക. സപ്പോസ് ദാറ്റ് person is giving a push on that body, so it moves with a constant velocity. So that is a very important one. അപ്പോൾ അതൊരു യൂണിഫോം വെലോസിറ്റിയിലെത്തി, പക്ഷേ പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്പീഡ് മൂവ് ചെയ്യുകയാണ്. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവിടെ ഒരു വോൾ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അത് റീബൗണ്ട് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ റീബൗണ്ട് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ അവിടെ നമ്മുടെ T3 എന്ന് പറയുന്ന ഒരു പൊസിഷനിലെത്തുമ്പോൾ, T3 എന്ന് പറയുന്ന സമയത്തെത്തുമ്പോൾ ഉറപ്പിക്കാം അത് നേരത്തെയുള്ള x1 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി എന്നുള്ള കാര്യം. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ്. അപ്പോൾ അത് റീബൗണ്ട് ചെയ്ത് x1 എന്ന് പറയുന്ന പൊസിഷനിലെത്തി. അത് കഴിഞ്ഞിട്ട് x2 എന്ന് പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള, അപ്പോൾ നമ്മുടെ നേരത്തെ കൺസിഡർ ചെയ്ത x1 പൊസിഷനും പോയി x2 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പൊസിഷനിൽ വന്ന് അത് നമുക്കറിയാം യൂണിഫോം വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്പോസ് വൺ പേഴ്സൺ ഹോൾഡ് ഇറ്റ്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് എ ഫിസിക്കൽ സിറ്റുവേഷൻ. അപ്പം ഒരു ബോഡിയെ v വെലോസിറ്റിയിൽ ത്രോൺ ഇറ്റ്, but it moves with a constant velocity, strike a wall. അത് റീബൗണ്ട് ചെയ്ത് അദ്ദേഹം നിന്ന പൊസിഷനിൽ മാറി പുറകോട്ട് കുറച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് ആ ബോഡിയെ ആ ആള് പിടിച്ചു. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ സിറ്റുവേഷൻ ഫോർ ദ കേസസ് എ. അപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ആ ഫിഗറിനെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ സി ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് VT ഗ്രാഫായിട്ടാണ്. അപ്പോൾ വെലോസിറ്റി ടൈം കർവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമുക്കിപ്പോൾ ആദ്യത്തെ ഒരു സമയം നമുക്കൊന്നെടുക്കാം. T1 എന്ന് പറയുന്ന ഒരു സമയം. സോ T1 സമയമാകുമ്പോൾ
അവനൊരു പോസിറ്റീവ് v1 വെലോസിറ്റി ഉണ്ട്. സോ ഇനിഷ്യലി തന്നെ അവനൊരു വെലോസിറ്റി ഉണ്ട്. പിന്നെ മറ്റൊരു സമയമായപ്പോൾ അത് 0 ആയി. അത് കഴിഞ്ഞിട്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്തു. സോ ദാറ്റ് ഈസ് v1 വെലോസിറ്റി. ബട്ട് അടുത്ത ഒരു സമയമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, T2 എന്ന് പറയുന്ന സമയമായ സമയത്ത് നമ്മുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് v2 ആയിട്ട് നമുക്ക് എടുക്കാം. അത് കഴിയുമ്പോൾ വീണ്ടും അത് 0 ആയിട്ട് പിന്നെ മൈനസ് വാല്യൂവിലേക്ക് പോവുകയാണ്. അടുത്ത സമയം T3 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ് v3 ആയി, പിന്നെ അത് v4 ആയി അടുത്ത സമയത്ത്. സോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ, സപ്പോസ് വി ആർ റെപ്രസെൻറ്റിങ് ദിസ് ഈസ് ദ ഗ്രൗണ്ട് ആൻഡ് ഓൾസോ നമ്മൾ മൂവ്മെൻറ്റ് ഓഫ് അപ്വേർഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലാക്കി എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ആൻ ഓബ്ജക്റ്റ് ഈസ് ത്രോൺ അപ്വേർഡ് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി എസ് v1. സോ ആ v1 വെലോസിറ്റിയിൽ നമ്മൾ മേപ്പോട്ട് എറിഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഈ സമയം എടുത്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ടി എന്ന് പറയുന്നത് 0 ആകുന്ന സമയത്ത് ഇറ്റ് റീച്ചസ് വിത്ത് 0 സ്പീഡ്. അത് കഴിഞ്ഞിട്ട് അത് റീബൗണ്ടഡ് അത് താപ്പോട്ട് വരികയാണ്. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റിങ് നമ്മുടെ തേർഡ് ക്വാഡ്രൻറ്റിലെ മൂവ്മെൻറ്റ്. സോ അത് നമ്മുടെ രണ്ടാമത്തെ സമയം നമ്മളിപ്പോൾ T2 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ T2 സമയമാകുമ്പോൾ അത് ഗ്രൗണ്ടിൽ പതിച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ് അക്വയർസ് ഓൺലി ദ വെലോസിറ്റി ആസ് v2 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, അപ്പോൾ ഇവനിവിടെ v2 വെലോസിറ്റി ആണ് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ലോസ് ഓഫ് എനർജി അവിടെ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വരുമ്പോൾ അവൻ്റെ വെലോസിറ്റി അവിടെ 0 ആയി. അടുത്ത സമയം എന്ന് പറയുന്നത് അവൻ എടുത്ത സമയം എന്ന് പറയുന്നത് നമുക്ക് T3 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് വിൽ കം ഔട്ട്. സോ അത് കണ്ടിന്യൂ ചെയ്യാണ്. സോ റീബൗണ്ട് ചെയ്ത് വരുന്ന മൂവ്മെൻ്റ് ആയിട്ട് നമുക്കറിയാം. സോ we can say the physical situation as a ball is thrown with a velocity then allowed to fall freely and rebound. So that is the physical situation for the second one. So we can go ahead with the മൂന്നാമത്തെ നമ്മുടെ സിറ്റുവേഷനിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിക്കുക. So here the curve is like this one, a straight line curve, and then there is a great enhancement in acceleration and again then. So നമുക്കതിനെ ഒരു സേ അപ് ടു t = 0 തുടങ്ങി ഇവിടെ t = t1 വരെയുള്ള സമയവും ഈ പോയിന്റ് T2 ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതുവരെയുള്ളത് നമുക്ക് ഒരു T3 എന്നുള്ള ഒരു സമയം എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഫസ്റ്റ് കേസായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് t = 0 തുടങ്ങി t = t1 വരെയുള്ള സമയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. എന്ന് പറയുമ്പോൾ ദ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് ആ ഒരു കോൺസ്റ്റൻ്റ് വെലോസിറ്റി v1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടൈം T1 to T2 എടുക്കുന്ന സമയത്ത് ദർ ഈസ് എ ലാർജ് ഇൻക്രിമെൻറ്റ് ഇൻ ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ, അപ്പോൾ വെലോസിറ്റിക്ക് ലോട്ട് ഓഫ് ചേഞ്ച് സംഭവിക്കുന്നു എന്നാണ് അതിനർത്ഥം. പിന്നെ T2 തുടങ്ങി T3 വരുമ്പോൾ വീണ്ടും നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആയി. ദാറ്റ് മീൻസ് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഫിസിക്കൽ സിറ്റുവേഷൻ, സപ്പോസ് നമ്മുടെ ബോൾ മൂവ് ചെയ്യുന്നുവെന്നിരിക്കട്ടെ, എ ബോൾ ദാറ്റ് ഈസ് മൂവ്സ് വിത്ത് വെലോസിറ്റി v1. സോ അങ്ങനെയാണെങ്കിൽ അത് വന്ന് നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മുടെ ബാറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് സപ്പോസ് ഇറ്റ് റീബൗണ്ട്സ് സോ ക്വിക്ക്ലി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളൊന്ന് എടുക്കുക. സോ റീബൗണ്ട് ചെയ്യുന്ന വെലോസിറ്റി v2 ആണെന്നുണ്ടെങ്കിൽ സോ ഈ പറഞ്ഞ T1 to T2 എന്ന് പറയുന്ന സമയ ഡ്യൂറേഷൻ കൊണ്ട്
T1 to T2 സമയ ഡ്യൂറേഷൻ കൊണ്ട് അവൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് യെസ് നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്, ടേൺ ചെയ്തിരിക്കുകയാണ്. സോ ദയർ അറൈസസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി നമുക്കതിനെ -v2 എന്ന് പറയാം, മൈനസ് ഇനിഷ്യലായിട്ട് എടുക്കാം. സോ മൈനസ് നമ്മൾ ആ ഡയറക്ഷന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ v2 + v1 എന്ന് പറയുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് v2 + v1 ആയിട്ട് കൂടി. So that is the very important situation in T1 to T2. അത് കഴിഞ്ഞിട്ട് it moves with another constant velocity as v2. So that is the labeling. So the physical situation is nothing but a ball hit on a cricket bat. And it turned back so that is a very important one. So that is a cricket ball hit by a bat. So that is a solution for the 3 graph. So take care. God bless you.